ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം മുതൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. മരണമാണോ തിരഞ്ഞെടുക്കേണ്ടത്? ജീവനാണോ തിരഞ്ഞെടുക്കേണ്ടത്? എനിക്കറിയാൻ വയ്യ. ഏതാണ് ഫലപ്രദം? ഈ ശരീരത്തിൽ ഇരിക്കുന്നതാണോ പ്രയോജനം? ദൈവത്തിൻ്റെ വേലയ്ക്ക് ആവശ്യം? ഞാൻ തയ്യാറാണ്. അല്ല, എനിക്ക് അത്യുത്തമം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ.
എന്തൊരു പ്രത്യാശയാണ്, എന്തൊരു പ്രാഗൽഭ്യമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിപ്പാൻ എനിക്ക് അതിയായി ആഗ്രഹമുണ്ട്, അത്യാകാംക്ഷയുണ്ട്, അത്യുത്തമമാണത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സഹജമായ ചിന്ത ഭൂമിയിൽ പിന്നെയും പിന്നെയും ജീവിക്കണമെന്നാണ്. അതിൽ തെറ്റുണ്ടെന്നല്ല, ജീവിക്കണമല്ലോ. ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുഷ്കാലം നാം ജീവിക്കണം. 2 കാര്യങ്ങൾക്ക് വേണ്ടി. എന്തെല്ലാമാണ് 2 കാര്യങ്ങൾ? ഒന്ന്, നമുക്ക് കർത്താവ് തരുന്ന ശുദ്ധീകരണം പൂർണ്ണമായി അനുഭവിക്കണം. ശരീരത്തിലിരിക്കുമ്പോഴേ അത് കിട്ടൂ. കടന്നു ചെന്നതിന് ശേഷം പിന്നെ ശുദ്ധീകരണമില്ല, കടന്നു ചെന്നതിന് ശേഷം വീണ്ടെടുപ്പില്ല, കടന്നു ചെന്നതിന് ശേഷം നീതീകരണമില്ല. ശരീരത്തിലിരിക്കുമ്പോൾ നീതീകരണം പ്രാപിക്കണം, ശരീരത്തിലിരിക്കുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിക്കണം, ശരീരത്തിലിരിക്കുമ്പോൾ നിത്യരക്ഷ സ്വായത്തമാക്കണം, ശരീരത്തിലിരിക്കുമ്പോൾ വിശുദ്ധീകരണം പ്രാപിക്കണം. അത് ശരീരത്തിൽ വെച്ചേ പറ്റൂ, ശരീരം വിട്ടാൽ പറ്റില്ല. ശരീരത്തിലിരിക്കുന്നത് അതുകൊണ്ട് ഏറെ ആവശ്യം ശുദ്ധീകരണം തികഞ്ഞു വരാൻ, മുഴുവനും ശുദ്ധീകരിക്കപ്പെടാൻ. കർത്താവേ, അതിന് എനിക്ക് ശരീരത്തിലിരിക്കണം, എനിക്ക് പെട്ടെന്ന് മരണം വരരുത്. 2, കർത്താവേ, എനിക്കിതിൻ്റെ വേല ചെയ്യണം. ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്യാൻ നീ ഉദ്ദേശിച്ചിട്ടുള്ള വേല അത് മുഴുവനും തികയ്ക്കാൻ, നിന്റെ വേല ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാൻ, ഒന്നും ബാക്കി വയ്ക്കാതെ പൂർത്തീകരിക്കാൻ എനിക്ക് ഈ ശരീരത്തിലിരിക്കണം. പ്രിയപ്പെട്ടവരെ, വേറൊന്നിനും വേണ്ടിയല്ല. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി ജീവിക്കണം? എന്താണ് ലക്ഷ്യം? അനേകർക്ക് ലക്ഷ്യബോധമില്ല. അനേകർ ചിന്തിക്കാറില്ല എന്തിനാണ് ജീവിക്കുന്നത്. ജീവിക്കാൻ. എന്തിനാണ് ജീവിക്കുന്നത്? ഏതാനും പിള്ളേരിങ്ങനെ സ്കൂളിൽ പോകുമായിരുന്നു വായിച്ചിട്ടുണ്ട്. എവിടെ ഒരു കഥ വായിച്ചതാണ്. പിള്ളേർ സ്കൂളിൽ പോകുന്നു. ഉടനെ ഒരു ദൈവദാസൻ ചേർന്ന് നടന്നു. മക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളിപ്പോൾ സ്കൂളിൽ പോവുകയാണ്. നിങ്ങൾ എന്തിനാ? പഠിക്കാൻ. എന്നിട്ട് പഠിച്ചിട്ടോ? പഠിച്ചിട്ട് ഞങ്ങൾ പഠിച്ച് പാസ്സാകും. എന്നിട്ട് ഞങ്ങൾ 10ാം ക്ലാസ്സൊക്കെ പാസ്സാകും. ശരി മക്കളെ, അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കും. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചിട്ട് പിന്നെയും കൂടുതൽ പഠിക്കാൻ നോക്കും. ഏതെങ്കിലും വല്ല എൻജിനീയറിങ്ങോ മെഡിസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കും. ശരി, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ അറിയാൻ പാടില്ലേ? ജോലി കിട്ടും. അല്ല, ജോലി കിട്ടിയിട്ട് പിന്നെ ജോലിയിൽ അങ്ങനെ ജീവിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു വീടൊക്കെ വയ്ക്കും, നല്ല സൗകര്യമായിട്ട് ജീവിതം തുടങ്ങും. മോനെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനൊരു കല്യാണം കഴിക്കും. ശരി, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുടുംബജീവിതം നയിക്കും. ശരി, അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെന്ത് ചോദ്യമാണ്? അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പ്രായമാവില്ലേ? പ്രായമാകും. ശരി, അത് കഴിഞ്ഞിട്ട് പ്രായമായി കഴിഞ്ഞാൽ വാർദ്ധക്യമാകും. വാർദ്ധക്യമായാൽ മരിക്കും. ശരി, മരിച്ചു കഴിഞ്ഞാൽ മിണ്ടുന്നില്ല. പിന്നെ എന്ത് അറിയാൻ പാടില്ല. പിന്നെ എന്ത് എന്ന് പറയാൻ അറിയാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നീടെന്ത്? പ്രിയപ്പെട്ടവരെ, അനേകർക്ക് അറിഞ്ഞുകൂടാ, ലക്ഷ്യബോധമില്ല. അറിയണം, ഞാൻ മരിച്ചാൽ എൻ്റെ അരുമരക്ഷകൻ്റെ പാദപീഠത്തിലെത്തും. ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടാൽ എൻ്റെ രാജാധിരാജൻ്റെ പാദം ചെന്ന് മൊത്തും. മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനും പാപിയുമായി ഞാനും അവിടെ ചെന്ന് സ്തുതിക്കും. അവിടെ വിശുദ്ധന്മാരുടെ നിരയിൽ ഞാൻ നിൽക്കും. അവിടെ സ്വർഗീയ സേനകളുടെ അകമ്പടിയോടെ നിത്യനായ ദൈവം സ്വർഗീയ തേജസ്സിൽ കഴിയുന്ന സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തിൽ ഞാൻ ചെല്ലും. അവിടെ വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് ഞാൻ ഇടപെടാതെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, മരണം ഒരു ദിവസം നാം കടന്നു പോകും. എല്ലാം വിട്ടുപോകും. അതിൽ നിന്ന് മാറ്റമില്ല, ആർക്കും മാറ്റമില്ല. ഞാൻ പണ്ട് പഠിച്ചു, പിന്നെ പഠിപ്പിച്ചു. എന്താണെന്നോ, മേരി ജോൺ തോട്ടം, സിസ്റ്റർ മേരി ബെനീജ്ഞ എഴുതിയ മനോഹരമായൊരു കവിത. എന്താണ്? ലോകമേ യാത്ര. നിങ്ങൾ ചിലർ പഠിച്ചിട്ടുണ്ടാകും. ഈ വാക്കുകളെ കേൾക്കും നിങ്ങൾ ചിലർ പക്ഷേ വായിച്ചിട്ടുണ്ടാകും. സുന്ദരമായ കവിതയാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. കവയിത്രി പാടുകയാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി
ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്. ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. എല്ലാം വിടണം, ഒന്നും അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. തിരിച്ചു വരാത്തൊരു യാത്രയാണ്. ഡൽഹിക്ക് പോകണമെങ്കിൽ തിരിച്ചു വരാമെന്ന് പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ലണ്ടനിൽ പോയാലും തിരിച്ചു വരുമെന്നുള്ള ചിന്തയുണ്ട്. എന്നാലോ ഈ യാത്ര തിരിച്ചു വരാത്ത യാത്രയാണ്. ഒരിക്കൽ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം, സുഖം, യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. ഇവിടെ ധനമുണ്ട്, സുഖമുണ്ട്, പേരും പെരുമയുമുണ്ട്, യശസ്സുണ്ട്, ആഭിജാത്യമുണ്ട്, തറവാടിത്തമുണ്ട്, കുടുംബ മഹിമയുണ്ട്, എല്ലാ പ്രതാപ ഐശ്വര്യങ്ങളുമുണ്ട്. ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇഹത്തിലെ ധനം, സുഖം, യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം, പ്രയോജനം പരത്തിലും വരുത്തിടും. അഹന്ത കൊണ്ട് അഴുക്കുപെടാത്ത പുണ്യം നേടാമോ? അത് പരത്തിലും പ്രയോജനം ചെയ്യും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. മഹാനായ സീസർ ചക്രവർത്തി കടന്നുപോയില്ലേ? അഗസ്റ്റസ് സീസറും ജൂലിയസ് സീസറും ഒക്കെ കടന്നുപോയില്ലേ? മഹാജ്ഞാനിയായ ജ്ഞാനിയായ ശലോമൻ കടന്നുപോയില്ലേ? സോളമൻ കടന്നുപോയില്ലേ? വിശ്വവിശ്രുതനായ ഹോമർ മഹാകവി കടന്നുപോയില്ലേ? ഡിവൈൻ കോമഡി എന്നെഴുതിയ ഡാൻറ്റെ. പ്രിയപ്പെട്ടവരെ, ഹോമർ മഹാകവി കടന്നുപോയില്ലേ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ഭാവിയെ വരിക്കാൻ ഞാനിതാ പോകുന്നു. എന്താണ് ഭാവി? ഉറപ്പ് വേണം. ഇവിടെ വെച്ച് ഉറപ്പ് വേണം. എന്താണ് ഭാവി? മരണത്തിന് ശേഷം എന്ത്? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. DL മൂഡി മരിക്കാൻ കിടക്കുകയാണ്. പ്രസിദ്ധനായ ദൈവദാസനാണ്, അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകനാണ്. DL മൂഡി നിങ്ങൾ കേട്ട് കാണും. മരിക്കാറായി കിടക്കുകയാണ്. മരണത്തോടടുത്ത് വരുന്നു. വെളുപ്പം കാലത്ത് ഞെട്ടി എഴുന്നേറ്റു. എന്തോ ഒരു ശബ്ദം മാറിയതുപോലെ. മോൻ എണീറ്റു. വില്യം, DL മൂഡിയുടെ ഭാര്യ എഴുന്നേറ്റു. DL മൂഡിയുടെ ഭാര്യയെക്കുറിച്ച് ഈ DL മൂഡി വിളിക്കുന്നത് മമ്മ എന്നാണ്. എന്തോ ഒരു ഭാവവ്യത്യാസം. കടന്നു പോകാൻ പോവാണോ? അവരെ വെപ്രാളത്തോടെ നോക്കി. അതെ, ആ ചേഷ്ടകളൊക്കെ കണ്ടിട്ട് മരണം അടുത്ത് വരുന്നത് പോലെ കരയാൻ തുടങ്ങി. ഭാര്യ കരയുന്നു, മോൻ കരയുന്നു. അദ്ദേഹം കണ്ണു തുറന്നു. മമ്മ, നീ കരയരുത്. ഞാൻ സ്വർഗീയ തീരത്തേക്ക് അടുക്കുകയാണ്. ഞാൻ സ്വർഗതീരത്തോട് സമീപിക്കുകയാണ്. നീ കരയരുത്. എനിക്ക് പ്രൊമോഷൻ ലഭിക്കുകയാണ്. എനിക്ക് ഭേദപ്പെട്ട ഭാവി ലഭിക്കുകയാണ്. നീ കരയരുത്. മോനെ വില്യം, നീ കരയരുത്. കണ്ണടച്ചു. കുറേ നേരം മൗനം. വീണ്ടും കണ്ണു തുറന്നു. നിങ്ങൾ കരയുകയാണോ? ഞാൻ സ്വർഗതീരം കണ്ടിട്ട് വരികയാണ്. എന്ത് മനോഹരമായ പൂന്തോപ്പുകൾ, എന്ത് മനോഹരമായ ഉദ്യാനങ്ങൾ, എന്ത് സുഖകരമായ കാഴ്ചകൾ, എത്ര ആസ്വാദ്യമായ അനുഭൂതികൾ. അയ്യോ, നിങ്ങൾ കരയല്ലേ. എനിക്കെന്തൊരു സൗഭാഗ്യം കിട്ടുന്നു. ഞാൻ ആ കാണും താഴ്വരകളും ആ കാണുന്ന പ്രാസാദജാലങ്ങളും മണിമാളികകളും അവിടെയുള്ളതായ പൂന്തോപ്പുകളും അവിടെയുള്ളതായ സുഖസമൃദ്ധമായ സുഖശീതളമായ അന്തരീക്ഷവും എല്ലാം എനിക്ക് വർണ്ണിക്കാൻ വയ്യ. ഞാൻ എൻ്റെ നാവ് കൊണ്ട് വർണ്ണിക്കാൻ കഴിവില്ല. എനിക്ക് ദൈവം തരുന്ന മനോഹരമായ സ്ഥലം, സ്വർഗമഹാ സൗഭാഗ്യം ഞാൻ കാണുന്നു. നിങ്ങൾ കരയല്ലേ.
ദൈവത്തിന് സ്തോത്രം. ഏതാനും സമയം കൂടി കിടന്നു. വീണ്ടും അവസാനം കണ്ണു തോന്നു. ഒടുവിലായി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടിരിക്കണം, ഞാൻ പോകട്ടെ. എൻ്റെ കർത്താവ് കരം നീട്ടി നിൽക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ തന്നെ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആ കണ്ണു തുറന്നില്ല. ദൈവമക്കളെ, സമാധാനത്തിൻ്റെ അന്ത്യം, എ പ്ലസന്റ് ഡിപ്പാർച്ചർ, സന്തോഷത്തോടെയുള്ള ഒരു വേർപാട്, സന്തോഷത്തോടെ ഒന്ന് വേർപിരിയാൻ സാധിക്കുക. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഈ ലോകത്ത് കുറേ കാലം ജീവിച്ചു. ഒരു ദിവസം നാം കണ്ണടയും. സന്തോഷത്തോടെ കടന്നു പോകാൻ സാധിക്കണം. നേടേണ്ടത് നേടിയിട്ട് കടന്നു പോകണം. സമ്പാദിക്കേണ്ടത് സമ്പാദിച്ചിട്ട് കടന്നു പോകണം. എന്താണ് സമ്പാദിക്കേണ്ടത്? ഒരേ ഒരു സ്വത്തേ ഉള്ളൂ സമ്പാദിക്കേണ്ടത്. ഭൂമിയല്ല, നിലംപുരിടങ്ങളല്ല, കെട്ടിടങ്ങളല്ല. സഹോദരങ്ങളെ, എന്താണ് സമ്പാദിക്കേണ്ടത്? വിദ്യാഭ്യാസമല്ല, എല്ലാം സമ്പാദിച്ചുകൊള്ളൂ. ഡിഗ്രികളല്ല, പദവികളല്ല, പ്രൗഢികളല്ല, സാമൂഹികമായ ഔന്നത്യങ്ങളല്ല, പേരും പെരുമയും ആഠ്യത്വവും പ്രതാപവുമല്ല. എല്ലാം ആയിക്കൊള്ളട്ടെ, പക്ഷേ സമ്പാദിക്കേണ്ട ഒന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയകാലത്തെ ധന്യനായ പാട്ടുകാരൻ പാടി, സാധു കൊച്ചുഞ്ഞുദേശി പാടി, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, നാഥാ യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്ത് യേശു മാത്രം. ദൈവമക്കളെ, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ സാധിക്കുമോ? ഇല്ലേ? ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് വരൂ. കർത്താവേ, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടി വരും, പക്ഷേ ഞാൻ പതറുകയില്ല, ഞാൻ ഉലയുകയില്ല, ഞാൻ സംശയിക്കുകയില്ല, ഞാൻ പരിഭ്രമിക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഒരു സൺഡേ സ്കൂൾ, ഒരു വലിയ ഇടവക, ധാരാളം ആളുകളുള്ള ഇടവക, അതിലൊരു നല്ല സൺഡേ സ്കൂൾ. ആ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ വളർന്നു, നല്ലപോലെ പഠിച്ചുയർന്നു, നല്ല നല്ല ജ്ഞാനിയായി വളർന്നു. അവൻ സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് സമ്പാദിച്ചു. സാഹിത്യത്തിൽ, തിയോളജിയിലും ഡോക്ടറേറ്റ് കിട്ടി. കൊള്ളാമല്ലോ. വേദശാസ്ത്രത്തിലും ഡോക്ടറായി, സാഹിത്യത്തിലും ഡോക്ടറായി. അവൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറായി, വേദശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് കിട്ടി. വളരെ സമർത്ഥനാണ്, വളരെ ഇൻ്റലിജൻ്റാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടി. അവൻ റാങ്കോടുകൂടി അവൻ MA കഴിഞ്ഞതാണ്. പിന്നെ അവൻ ഡോക്ടറേറ്റ് മേടിച്ചു, പോസ്റ്റ് ഡോക്ടറൽ ബിരുദവും അവൻ സമ്പാദിച്ചു. എന്തു വേണ്ടു? സമ്പാദിക്കേണ്ടതുപോലെ പഠിത്തം സമ്പാദിച്ചു. അവനൊരിക്കൽ നാട്ടിൽ വന്നു. അപ്പോൾ ഇടവകയിലെ ആളുകളും സൺഡേ സ്കൂൾ അധ്യാപകരും സൺഡേ സ്കൂൾ കുട്ടികളും എല്ലാവരും കൂടെ അവനൊരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. വലിയൊരു സ്വീകരണം. അവൻ ഈ നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് വളർന്നു വന്നവനാണ്, നമ്മുടെ ഇടവകയിൽപ്പെട്ടൊരു കൊച്ചനാണ്. അവൻ ഇത്രയും വളർന്നില്ലേ, അവനെ ഒന്ന് ആദരിക്കണം, അവനെ ഒന്ന് ബഹുമാനിക്കണമെന്നവർ തീരുമാനിച്ചു. ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി, ഒരു സ്വീകരണ സമ്മേളനം. അപ്പോൾ അവിടെയുള്ള ഇത്തിരി പഠിപ്പുള്ളവരെ പറഞ്ഞു ഒരു വിഷയം നീ പ്രസംഗിക്കണം. 23-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി ഇതൊരു പ്രസംഗം ചെയ്യണം. സബ്ജക്റ്റ് തരാം, നിനക്കതൊക്കെ വളരെ എളുപ്പം പറയാൻ പറ്റും. ദ ലിറ്റററി എക്സലൻസ് ഓഫ് ദ 23rd Psalm, 23-ാം സങ്കീർത്തനത്തിൻ്റെ സാഹിതീയ സൗഭഗം, അതിനെക്കുറിച്ച് പ്രസംഗിക്കണം. ദ ലിറ്റററി എക്സലൻസ് ഓഫ് 23rd Psalm, അതിനെക്കുറിച്ച് പ്രസംഗിക്കണം. അവനൊരു വിഷമമില്ല. സാഹിത്യപരമായിട്ട് പറയാൻ അറിയാം, വേദശാസ്ത്രപരമായിട്ട് പറയാൻ അറിയാം. അവൻ സുന്ദരമായൊരു പ്രസംഗം ചെയ്തു, അതിമനോഹരമായൊരു പ്രസംഗം. എല്ലാവരും അങ്ങ് നിർനിമേഷാക്ഷരായി നോക്കി നിന്നു, കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. എന്തൊരു പ്രസംഗം, എന്തൊരു പഠിപ്പ്, എന്തൊരു ജ്ഞാനം, എന്തൊരു അഗാധമായ അവഗാഹം, പാണ്ഡിത്യം. എല്ലാവരും ആദരിച്ചുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, അദ്ദേഹം ഈ 23-ാം സങ്കീർത്തനം ഒന്ന് വായിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ അല്പം വയോവൃദ്ധനായ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ വേച്ച് സ്റ്റേജിലേക്ക് വന്നു. ഇയാളെ പഠിപ്പിച്ച അധ്യാപകനാണ്, സൺഡേ സ്കൂൾ അധ്യാപകനാണ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നു. അദ്ദേഹം വേദപുസ്തകം വിടർത്തി. അദ്ദേഹം 23-ാം സങ്കീർത്തനം അദ്ദേഹം പയ്യെ വായിക്കാൻ തുടങ്ങി. 23-ാം സങ്കീർത്തനം, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്നുള്ള ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ട ഇടറുന്നു, അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നു. അദ്ദേഹം
വിതുമ്പിക്കൊണ്ട് വായിച്ച് ഓരോ വാക്കും ശാന്തമായി ഒരാർഭാടവുമില്ലാതെ വളരെ ശാന്തമായി സൗമ്യമായി വായിച്ച് അങ്ങ് വരികയാണ്. അവസാനം 23 സങ്കീർത്തനത്തിൻ്റെ അവസാനം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും കണ്ണുനീര് തുടയ്ക്കുന്നു. എല്ലാവരെയും തൊട്ടു, ഹൃദയത്തെ തൊട്ട ആ വേദവാക്യങ്ങൾ, അത് വായിച്ച ശബ്ദം, വായിച്ച ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഭക്തി, ആ സൺഡേ സ്കൂൾ മാസ്റ്ററുടെ ഹൃദയത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ പ്രചരിമ, അത് എല്ലാവരെയും സ്വാധീനം ചെയ്തിരുന്നു. അദ്ദേഹം വായിച്ച് നിർത്തിയിരുന്നു. ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, സുന്ദരമായി പ്രസംഗിച്ചയാൾ എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, അല്പം ലജ്ജയോടെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അല്പം ലജ്ജയോടൊരു കാര്യം പറയുകയാണ്, പരസ്യമായി പറയുകയാണ്. ഐ നോ ദ 23rd Psalm, but my Sunday school headmaster knows the shepherd. എനിക്ക് 23 സങ്കീർത്തനം അറിയാം, എന്നാൽ എൻ്റെ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് 23 സങ്കീർത്തനത്തിലെ ഇടയനെ അറിയാം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സങ്കീർത്തനം അറിയാം, എൻ്റെ ഹെഡ്മാസ്റ്റർക്ക് സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനത്തിൽ കാണുന്ന ആ ഇടയനെ അറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അറിവ് അധികം വേണമെന്നില്ല, വലിയ പഠിപ്പ് വേണമെന്നില്ല. പഠിപ്പുണ്ടെങ്കിൽ നല്ലത്, സാരമില്ല. മോനെ, നിനക്ക് വലിയ പഠിപ്പില്ലെങ്കിൽ സാരമില്ല, നിനക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലെങ്കിൽ സാരമില്ല. മോളെ, നിനക്ക് വലിയ പാണ്ഡിത്യ പ്രകർഷമൊന്നും ഇല്ലെങ്കിൽ പേടിക്കണ്ട. പക്ഷെ ഒന്ന് വേണം, നിനക്ക് ഇടയനെ പരിചയം വേണം. ആ നല്ല ഇടയനെ നിനക്ക് പരിചയം വേണം. നല്ല ഇടയനോടൊരു ബന്ധം വേണം. എത്ര പേർക്ക് ആ ബന്ധമുണ്ട്? എത്ര പേർക്ക് ആ അടുപ്പമുണ്ട്? ആ ഇൻറ്റിമസി, ഇടയനോടുള്ള അടുപ്പം, ഇടയനോടുള്ള സ്നേഹബന്ധം, ആ ദൃഢമായ സ്നേഹബന്ധം, ആ നല്ല ഇടയൻ്റെ വരുതിയും കീഴിൽ നടക്കുന്നതിൻ്റെ ആ സുഖം, അതിൻ്റെ ആസ്വാദ്യത എത്ര പേർക്കുണ്ട്? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ നല്ല ഇടയനെ പരിചയമുണ്ടോ? ഈ നല്ല ഇടയൻ്റെ കൊടിക്കീഴിൽ നടപ്പാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അവൻ്റെ ആ വടിയിൻ കീഴിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവൻ്റെ വരുതിയിലും അവൻ്റെ ആജ്ഞയിലും അവൻ്റെ നടത്തിപ്പിലും നിങ്ങളുടെ ഉള്ളം സന്തോഷിക്കുന്നുണ്ടോ? അവൻ്റെ അച്ചടക്കത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവനെ പ്രസാദിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്രതമായി മാറിയിട്ടുണ്ടോ? നല്ലവനായ യേശുവിനെ പ്രസാദിപ്പിക്കൂ. ദൈവമക്കളെ, ഈ ലോക ജീവിതം ക്രിസ്തുവിന് നിങ്ങൾ കൊടുക്കൂ. ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം അർപ്പണം ചെയ്യൂ. നിങ്ങളുടെ ഭാവി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. മകനെ, നിന്നോട് പറയട്ടെ, യേശുവിന് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശുവിനെ ഫലമേൽപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത്യുന്നതൻ്റെ കൈകളിലേക്ക് ജീവിതം കൊടുത്തു നോക്കൂ. അവൻ നിന്നെ ഒന്ന് എടുക്കട്ടെ, അവൻ നിന്നെ ഒന്ന് വാഴ്ത്തട്ടെ. മോനെ, അവൻ നിന്നെ ഒന്ന് നുറുക്കട്ടെ. മോളെ, അവൻ നിന്നെ ഒന്ന് വാഴ്ത്തട്ടെ. അവൻ നിന്നെ വർദ്ധിപ്പിക്കട്ടെ. 5000 വിശന്നു വരിഞ്ഞിരിക്കുന്നു. പന്തിയായി ബേത്സയിദയിലെ വലഞ്ചെരിയിലിരിക്കുന്നു. 5000 3 ദിവസമായി പട്ടിണി പാവങ്ങൾ, ആഹാരമില്ലാത്തവർ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്തവർ, നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്നറിയാൻ പാടില്ലാത്തവർ, എൻ്റെ ദൈവമേ, എന്താണ് ഒരു വിവരവുമില്ലാത്തവർ, ചില ആചാരങ്ങൾ അനുഷ്ഠിച്ച്, എൻ്റെ ദൈവമേ, ചില കർമാചാരങ്ങളിൽ കുടുങ്ങി, ചില അനുഷ്ഠാനങ്ങളിൽ തങ്ങി, ഭക്തി ജീവിതം എന്താണെന്നറിയാതെ, യഥാർത്ഥമായി ക്രിസ്തു ആരാണെന്നറിയാതെ, ക്രിസ്തീയ ജീവിതം എന്താണെന്നറിയാതെ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത വലിയൊരു കൂട്ടം ജനം, ഇടയില്ലാത്ത ആടുകളെ പോലെ ചിഹ്നിച്ചെറിയ ഒരു കൂട്ടം ജനം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളു വേകുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളു നൊമ്പരപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് ആത്മാക്കളെക്കുറിച്ചൊരു വേദന വരുന്നുണ്ടോ? നസ്രായനായ യേശുവിൻ്റെ ചങ്കിലെ വേദന നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളത്തിൽ സ്വാഭാവികമായി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വേദന നിങ്ങളുടെ ഹൃദയത്തിൽ ഇറ്റിറ്റ് വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇടയില്ലാത്ത ആടുകളെ പോലെയുള്ളവർ, അവരിതാ പന്തിയായിരിക്കുന്നു. ആഹാരം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ആഹാരം, പൊടിക്കഷ്ണങ്ങൾ, അപ്പക്കഷ്ണങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. പന്തിയായിരിക്കാൻ പറഞ്ഞു, അനുസരിച്ചു ഇരുന്നു. ബേത്സയിദയിലെ വലഞ്ചെരുവിലേക്ക് ഓടി വന്നു, വചനം കേൾക്കാൻ ഓടി വന്നു. അവരനുസരിച്ച് ഓടി വന്നു പാവങ്ങൾ. എൻ്റെ ദൈവമേ, അവർ അവിടെ പന്തിയായിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു. അവരെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടും വയറു നിറയെ ആഹാരം, പ്രതീക്ഷയോടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ആഹാരം കിട്ടുന്നവർക്ക് അറിഞ്ഞുകൂടാ. വിശപ്പ് എങ്ങനെ മാറുമെന്നവർക്ക് അറിഞ്ഞുകൂടാ. ആ ബാലകൻ്റെ കയ്യിലെ 5 അപ്പവും 2 മീനും യേശുവിന് കിട്ടി. യേശു അതെടുത്തു, യേശു വാഴ്ത്തി, യേശു നുറുക്കി വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 12 ശിഷ്യന്മാർ 12 കൊട്ടയിൽ ധൃതഗതിയിൽ വിളമ്പാൻ തുടങ്ങി. ഒരു പ്രാവശ്യം വിളമ്പി, ജനം തിന്നുകയാണ്.
അവര് ആർത്തിയോടെ തിന്നുകയാണ്. അപ്പവും ഉണ്ട്, മീൻ നുറുക്കുകളുമുണ്ട്. വീണ്ടും വിളമ്പി, ജനം ആർത്തിയോടെ തിന്നുകയാണ്. മൂന്നാമത് വിളമ്പി, മതി മതി മതി, വിശപ്പ് മാറി, വയറ് നിറഞ്ഞു. എല്ലാവരും പറയുകയാണ്, എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം, വിശന്ന് പൊരിയുന്ന ജനത്തിന് ആഹാരം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് സമർപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആത്മാക്കളെ കുറിച്ചുള്ള വേദനയുടെ ആ സ്നേഹത്തിൻ്റെ നൊമ്പരത്തോടുകൂടെ നിങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ താല്പര്യമുണ്ടോ? കർത്താവിൻ്റെ വേല ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആത്മാക്കളെ നേടണമെന്നുള്ളതായ വാഞ്ച നിങ്ങളെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സത്യ വെളിച്ചത്തിലേക്ക് അനേകരെ ആനയിക്കണം നിങ്ങളുടെ ഹൃദയം കൊതിക്കുന്നുണ്ടോ? വെളിച്ചം എന്താണെന്നറിയാതെ, നരകമുണ്ടോ എന്നറിയാതെ, സ്വർഗം എന്തെന്നറിയാതെ, ലോക ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാതെ ഇതാ ബോധം നശിച്ചവരെ പോലെ ഒരു കൂട്ടം ജനങ്ങൾ ഇതാ ചുറ്റുപാടും പരസ്പരം മത്സരിച്ചും വഴക്കടിച്ചും പാപം ചെയ്തും മദ്യപിച്ചും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ മുഴുകിയും നിത്യത എന്ത് എന്നറിയാതെ പോകുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങൾ. ഈ ജനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേദനയുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിളമ്പിക്കൊള്ളുവാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുവീൻ, വാഴ്ത്താൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവീൻ, നുറുക്കുവാൻ നിങ്ങളെ വിട്ടുകൊടുക്കുവീൻ. അവൻ നിങ്ങളെ നുറുക്കട്ടെ, അവൻ നിങ്ങളെ വാഴ്ത്തട്ടെ, അവൻ അനേകർക്ക് ഭക്ഷണമാക്കി തീർക്കട്ടെ, അനേകരുടെ വിശപ്പ് അകറ്റട്ടെ, അനേകർക്ക് പോഷണം ലഭിക്കട്ടെ, അനേകർ ഈ താഴ്വരയിൽ ആനന്ദത്തോടെ സംതൃപ്തിയോടെ എഴുന്നേൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, സ്വർഗീയ നാഥന്റെ അരിമകര നിങ്ങളെ തലോടട്ടെ, പുതിയ ജീവിതം നിങ്ങൾക്ക് തരട്ടെ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറയ്ക്കുവാൻ സാധിക്കട്ടെ. സമർപ്പിക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ. ഇന്ന് യേശുവേ എന്റെ ജീവിതം നിനക്ക് തരുന്നു, എന്നെ നീ എടുക്കണമേ, എന്നെ നീ ഉപയോഗിക്കണമേ, എന്നെ നീ തകർക്കണമേ, എന്നെ നിന്റെ ഹിതപ്രകാരം നിന്റെ കരങ്ങളിൽ എടുക്കണമേ. നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. രക്ഷകനേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവേ, ഈ സമയത്തിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തലോടണമേ, വചനം കേട്ട് എല്ലാവരുടെയും ശിരസിൽ എന്റെ നാഥന്റെ ആണിപ്പാടൽകരം വെക്കണമേ. എല്ലാവരെയും ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാരത്തിൽ ഇരിക്കുന്നവരെ സാന്ത്വനപ്പെടുത്തണമേ, ദുഃഖിച്ചും വലഞ്ഞും വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, ശാപദോഷങ്ങൾ മാറ്റണമേ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ, നിത്യരക്ഷ കരഗതമാക്കുവാനുള്ള ഭാഗ്യം നൽകണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളിലേക്ക് ശാന്തി പകരണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ രക്ഷണീയമായ നാമത്തിൽ തന്നെ, ആമീൻ. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.